ബാഡ് ബോയ്സ്, ഹാപ്പി വെഡ്ഡിംഗ്, ചങ്ക്സ്, ഒരു അഡാർ ലവ്, ധമാക, നല്ല സമയം എന്നീ ചിത്രങ്ങളുടെ സംവിധായകൻ ഒമറിൻ്റെ ആറാമത്തെ ചിത്രമാണ് ബാഡ് ബോയ്സ്. എബ്രഹാം മാത്യു ആണ് ചിത്രത്തിൻ്റെ നിർമ്മാതാവ്. റഹ്മാൻ ആണ് ബാഡ് ബോയ്സിലെ നായക കഥാപാത്രമായ ആൻ്റപ്പനെ അവതരിപ്പിച്ചിരിക്കുന്നത്. ചിത്രത്തിൻ്റെ കാസ്റ്റിംഗിലേക്ക് വന്നാൽ റഹ്മാന് പുറമെ ഷീലു എബ്രഹാം, ധ്യാൻ ശ്രീനിവാസൻ, ബിബിൻ ജോർജ്, ബാബു ആൻ്റണി, ശങ്കർ, ഭീമൻ രഘു, കൃഷ്ണപ്രസാദ്, സെന്തിൽ, ടിനി ടോം, സുദീപ്, ബാല, മല്ലിക സുകുമാരൻ, അജു വർഗീസ്, ആൻസൺ, രമേഷ് പിഷാരടി, സൈജു കുറുപ്പ്, ഹരിശ്രീ അശോകൻ, സജിൻ ചെറുകയിൽ, ദേവൻ, ബിജുക്കുട്ടൻ തുടങ്ങി ഒരു വലിയ താരനിര തന്നെ ബാഡ് ബോയ്സിൻ്റെ ഭാഗമാകുന്നു. ഇവരെ കൂടാതെ സോഷ്യൽ മീഡിയ വഴി പ്രശസ്തരായി മാറിയിരിക്കുന്ന സന്തോഷ് വർക്കി, അലിൻ ജോസ് പെരേര, ശ്രീകാന്ത് വെട്ടിയാർ, ഹൈദരലി തുടങ്ങിയവരും ഈ ചിത്രത്തിൽ മുഖം കാണിച്ചിരിക്കുന്നു. ഈ സിനിമയുടെ ത്രെഡിലേക്കും കഥാ പശ്ചാത്തലത്തിലേക്കും വന്നാൽ ഒരു സ്പൂഫ് കാറ്റഗറി ഫിലിം ആയി ആണ് അനുഭവപ്പെട്ടത്. ഒരു നാട്ടിലെ കുറച്ചു ചെറുപ്പക്കാരും അവർ ആ നാട്ടിൽ തങ്ങളുടെ ചീത്തപ്പേര് നിലനിർത്താൻ വേണ്ടി ചെയ്യുന്ന പ്രവൃത്തികളുമാണ് ആക്ഷേപഹാസ്യത്തിലൂടെ സംവിധായകനും എഴുത്തുകാരനും പറഞ്ഞിരിക്കുന്നത്. ത്രെഡ് മാറ്റി നിർത്തിയാൽ ഒമറിൻ്റെ മുൻകാല ചിത്രങ്ങളുടെ സ്ട്രക്ചർ തന്നെയാണ് ഈ ചിത്രത്തിനും എന്ന് പറയാം. കളർഫുൾ ആയാണ് ചിത്രം അടിമുടി ഷൂട്ട് ചെയ്ത് അവതരിപ്പിച്ചിരിക്കുന്നത്. ടൈറ്റിലുകൾ എഴുതി വരുന്നതും എല്ലാം തന്നെ ഒരു ഒമർ ടച്ച് തന്നെ നമുക്ക് ഫീൽ ചെയ്യും. പടത്തിൽ വന്നു പോകുന്ന എല്ലാവർക്കും തന്നെ ടൈറ്റിൽ സ്ക്രീനിൽ അടിച്ചു കാണിക്കുകയും ചെയ്യുന്നു. ഭയങ്കരമായ ഒരു കഥയൊന്നും ചിത്രത്തിനില്ല, മറിച്ച് ഓരോരോ ഇൻസിഡൻസ് ചേർത്തുകൊണ്ട് പടം നീങ്ങിപ്പോകുന്നു. ഒരു സ്പൂഫ് ചിത്രം എന്ന് തന്നെ തറപ്പിച്ചു പറയാം. നാട്ടിലെ മെയിൻ ഗുണ്ടകൾ ആവാൻ ശ്രമിക്കുന്ന നായകനും സംഘവും അവരുടെ ജീവിതയാത്രയിൽ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരുവിധം എല്ലാ കാര്യങ്ങളെയും ആക്ഷേപഹാസ്യത്തിലൂടെ അവതരിപ്പിച്ചുകൊണ്ട് പടം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ സൊസൈറ്റിയിൽ പഴയ ലഹരികൾ മാറി സിന്തറ്റിക് ലഹരികൾ വരുന്നതും സോഷ്യൽ മീഡിയയുടെ നെഗറ്റീവ് വശങ്ങളും സ്വകാര്യ ജീവിതത്തിൽ മാധ്യമപ്രവർത്തകരുടെ കടന്നുകയറ്റവും ഫേക്ക് ചാരിറ്റി പ്രവർത്തനങ്ങളും സിനിമാ നിരൂപണങ്ങളും തുടങ്ങി ഒരു വിധത്തിലുള്ള എല്ലാ സംഭവങ്ങളും ഒരു മാല പോലെ ചിത്രത്തിൽ കോർത്തിണക്കിയിരിക്കുന്നു. ഒടുവിൽ പുതിയ ഒരു മാഫിയ വന്നുവെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സിനിമ ഫുൾ സ്റ്റോപ്പ് ഇടുകയും ചെയ്യുന്നു. മലയാളത്തിലെയും ഇതര ഭാഷകളിലെയും പല ചിത്രങ്ങളെയും താരങ്ങളെയും ചിത്രത്തിൽ സ്പൂഫായി കാണിക്കുന്നുമുണ്ട്. വെറുതെ ഒരു ഫൺ മൂഡിൽ ഇരുന്ന് കാണുവാൻ വേണ്ടി മാത്രം ഉദ്ദേശിച്ചിറക്കിയ ഒരു ചിത്രമായി തോന്നി. ഒരു ഉദാത്തമായ സിനിമയൊന്നുമല്ല, എന്നിരുന്നാലും ഒരു ഫെസ്റ്റിവൽ മൂഡിൽ വെറുതെ കണ്ടിരിക്കാവുന്ന ചിത്രം അത്ര തന്നെ. ആകെ നോക്കിയാൽ ഞെട്ടിക്കുന്ന കഥയോ ട്വിസ്റ്റുകളോ ഒന്നും തന്നെയല്ല ചിത്രത്തിലുള്ളത്. കളർഫുള്ളായി ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ചെയിനായി കുറേ ട്രോളുകൾ ചേർത്ത് വെച്ച ഒരു സ്പൂഫ് മോഡൽ ചിത്രം ഒരു തവണ കണ്ടിരിക്കാം.